ഞാൻ പിന്നെ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെ സന്തോഷം. കാരണം ഈ എല്ലാ കാലഘട്ടത്തിലും ഇന്നലെ മമ്മൂക്ക എന്നെ സൂചിപ്പിച്ചതുപോലെ മമ്മൂട്ടി എന്ന് പറയുന്നത് എല്ലാ തലമുറകൾക്കും ഉള്ള ആളാണ്. പുതുതലമുറയെന്നോ പഴയ തലമുറയെന്നോ വ്യത്യാസമില്ലാതെ ഇന്നലെ ഫേസ്ബുക്കിൽ മറ്റോ കണ്ടൊരു ഒരു ഒരു മമ്മൂക്കയെ പറ്റിയുള്ള ഏറ്റവും നല്ല കമന്റ് അദ്ദേഹത്തിന് ആർത്തിയാണ് അഭിനയത്തോട്, നല്ല കഥാപാത്രങ്ങളോടെന്നുള്ളതാണ്. ബ്രഹ്മയുഗത്തിന് നമ്മൾ എക്സ്പെക്ട് ചെയ്തതാണ്. മമ്മൂക്കയ്ക്ക് അവാർഡ് കിട്ടി. കഴിഞ്ഞ ദിവസമാണ് കേരളത്തിന്റെ സാംസ്കാരിക മന്ത്രി സജി ചെറിയാനെ 55ാമത് ഫിലിം അവാർഡുകൾ പ്രഖ്യാപിച്ചത്. ആ ഫിലിം അവാർഡുകൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോഴേ അതില് മികച്ച നടനായിട്ട് ഈ പറയുന്ന മമ്മൂട്ടിയെയാണ് തെരഞ്ഞെടുത്തത്. മികച്ച നടിയായിട്ട് ഫെമിനിച്ചി ഫാത്തിമയിലെ അഭിനയത്തിന് ഷംല ഹംസയെയും, അതുപോലെ പ്രത്യേക ജൂറി പരാമർശം ആസിഫ് അലിക്ക് ലഭിക്കുന്നു. മികച്ച സ്വഭാവ നടനുള്ള പുരസ്കാരം സൗബിൻ ഷാഹിറിന് ലഭിക്കുന്നു. മികച്ച ഛായാഗ്രാഹകനം ഷൈജു ഖാലിദിന് ലഭിക്കുന്നു. നവാഗത സംവിധായകൻ ഫാസിൽ മുഹമ്മദിന് ലഭിക്കുന്നു. ഒക്കെ കണ്ടിട്ട് നമ്മുടെ നാട്ടില് കുറച്ച് വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങളെ കുറിച്ചാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത്. നമ്മുടെ നാട്ടില് കുറച്ച് വിഷയങ്ങളുണ്ടല്ലോ, ഈ പറയുന്ന അമൃതമായാൽ അധികമായാൽ അമൃതും വിഷം എന്ന് നമ്മൾ പറയാറുള്ളത് പോലെ നമ്മുടെ നാട്ടില് ഈ പ്രബുദ്ധതയും ഈ പറയുന്ന സാംസ്കാരികതയും സാഹോദര്യവും മത സാമുദായിക ഐക്യങ്ങളും ഒക്കെ അധികമായിട്ട് നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ഏറ്റവും അധികം ഈ പറയുന്ന നന്മകളൊക്കെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് നമ്മുടെ നാട്ടിലാണ്, കേരളത്തിലാണ്. അവിടെയും ചില വിഷജന്തുക്കളുണ്ട്. ഈ വിഷജന്തുക്കൾ എന്ന് പറയുന്നത് RSSന്റെ സംഘ് പരിവാറിന്റെ ഈ പറയുന്ന ക്രിമിനൽ സംഘങ്ങളാണ്. അതിൽ ഒട്ടകം ഗോപാലനുണ്ട്, പ്രതീഷ് വിശ്വനാഥനുണ്ട്, പിന്നെ മറ്റേ നമ്മുടെ വക്കീലുണ്ട്. ഏത് അതന്നെ ആ വക്കീലുണ്ട്. അങ്ങനെ തുടങ്ങിയ കുറെ ആളുകളുണ്ട്. ഇപ്പോ ഈ പറയുന്ന 55ാമത് ഫിലിം അവാർഡ്, സ്റ്റേറ്റ് അവാർഡ് പ്രഖ്യാപിക്കപ്പെട്ടതിന് തൊട്ട് പിന്നാലെ ഇവരുടെ ഒക്കെ കുരുപൊട്ടി ഒലിക്കുകയാണ്. അതാണ് രാഹുൽ പറഞ്ഞത്. ഇവറ്റുകളുടെ കരച്ചിൽ കാണാനേ എന്തൊരു രസമാണെന്നാണ് രാഹുൽ ചോദിക്കുന്നത്. മനസ്സിലായില്ലേ? ഇപ്പോ രാഹുലിന്റെ അഭിപ്രായമാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. അത് ഫുള്ളായിട്ട് കേൾപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതിന്റെ ഒരു ശകലം മാത്രമാണ്. രാഹുൽ അവാർഡ് പ്രഖ്യാപിക്കപ്പെട്ട ഉടനെ തന്നെ മമ്മൂക്കയെ മെസ്സേജ് അയച്ചിരുന്നു, സംസാരിച്ചിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോ ഇവിടെ വിഷയമാകുന്നത് പ്രതീഷ് വിശ്വനാഥന്റെ ഒരു പോസ്റ്റ് ഉണ്ട്. പ്രതീഷ് വിശ്വനാഥൻ മികച്ച നടി, മികച്ച നടൻ, പ്രത്യേക ജൂറി പരാമർശം, മികച്ച സ്വഭാവ നടൻ എന്നൊക്കെ പറഞ്ഞ് ഈ പറയുന്ന ആളുകളുടെ പേരൊക്കെ പറഞ്ഞിട്ട് അവസാനം പറയുന്നത് അൽഹംദുലില്ലാ വല്ലാത്ത വിസ്മയമാണ്, സിനിമ ഞമ്മക്ക് ഹറാമാണ് എന്നാണ് പ്രതീഷ് വിശ്വനാഥൻ പറഞ്ഞത്. പ്രതീഷ് വിശ്വനാഥന് അത് കിട്ടാഞ്ഞിട്ട് ഈ പറയുന്ന അജണ്ടകളുള്ള ആളുകൾ, കുറെ ആളുകൾ ഉണ്ടല്ലോ, പ്രൊപ്പഗണ്ട സിനിമകൾ ഇറക്കുന്ന ആളുകള്, അവർക്കൊന്നും ഇതിന്റെ ഏതേലത്ത് പോലും എത്താൻ കഴിയുന്നില്ല എന്ന് കാണുമ്പോൾ കിടന്ന് മോങ്ങുകയാണ്, മൂക്കൊലിക്കുന്നുണ്ട്. പിടിച്ചു കൊടുക്കാന് രാജീവ് ചന്ദ്രശേഖരൻ ഒരു തുണിയും പിടിച്ചുകൊണ്ട്, ഒരു കർച്ചീഫും പിടിച്ചുകൊണ്ട് അവിടെ മാരാർജി ഭവനിൽ ഇരിക്കുന്നുണ്ട്. പ്രതീഷ് വിശ്വനാഥനും ഈ പറയുന്ന ഒട്ടകം ഗോപാലനും ഒക്കെ അങ്ങോട്ട് ഓടിച്ചെന്നാൽ മതി. പിന്നെ ഒട്ടകം ഗോപാലിന്റെ ഈ പറയുന്ന കുറിപ്പ് എന്ന് പറയുന്നത്, ഒട്ടകം ഗോപാലൻ പറഞ്ഞത് ഈ പറയുന്ന അവാർഡുകളൊക്കെ മുസ്ലിങ്ങൾക്ക് കൊടുത്തത് അത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള കളികളാണ് എന്നുള്ളതാണ്. നിങ്ങളൊന്ന് ആലോചിക്കണം. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള കളികളാണ് എന്നാണ് നമ്മുടെ ഒട്ടകം ഗോപാലൻ പറയുന്നത്. തൊട്ടതിലും പിടിച്ചതിലും ഒക്കെ വർഗീയത കാണുകയും വർഗീയത ഉണ്ടാക്കുകയും അതൊക്കെ മതത്തിന്റെയും ജാതിയുടെയും ഒക്കെ പേരിൽ അതിനെ വേർതിരിക്കുകയും ചെയ്യുന്ന സംഘപരിവാറിന്റെ ഒരു പ്രത്യേക അജണ്ടയാണിത്, അല്ലേ? ആ അജണ്ടകള് നമ്മുടെ കേരളത്തിലും ഇങ്ങനെ അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഇങ്ങനെ തുരുതുരോ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അതിനൊരു കുറവും വരുത്തുന്നില്ല സംഘപരിവാർ കേന്ദ്രങ്ങൾ. മനസ്സിലായില്ലേ? അങ്ങ് കേരളം വിട്ടുകഴിഞ്ഞാല് ഈ പറയുന്ന ക്രൈസ്തവരെയും ഈ പറയുന്ന ന്യൂനപക്ഷമായിട്ടുള്ള മുസ്ലിമുകളെയും ക്രൈസ്തവരെയും ഒക്കെ ഒരേപോലെ ആക്രമിക്കുകയും അവരെയൊക്കെ വേട്ടയാടുകയും ചെയ്യുന്നവര് കേരളത്തിൽ എത്തുമ്പോൾ മാത്രം. ഇവിടെ നിങ്ങളൊന്ന് ആലോചിക്കണം. മികച്ച സംവിധായകനുള്ള അവാർഡ് കിട്ടിയിരിക്കുന്ന വേറൊരാൾക്കാണ് ഈ പ്രത്യേക ജൂറി പരാമർശം ടൊവിനോ തോമസിന് ലഭിച്ചിട്ടുണ്ട്. ഇതൊന്നും ആരുടെയും ശ്രദ്ധയിൽ പെടുത്തുന്നില്ല എന്നുള്ളതാണ്. ഇതൊന്നും ഇവര് കണ്ടില്ലെന്ന് നടിക്കും. അവാർഡുകൾ കിട്ടിയ കൂട്ടത്തിൽ ഒരുപാട് ആളുകൾ വേറെയുണ്ട്. മികച്ച സംവിധായകൻ വേറെ ആളാണ്. മികച്ച സിനിമ അത് നിർമ്മാണം ചെയ്തിരിക്കുന്നത് മുസ്ലിം വിഭാഗത്തിൽ പെടുന്ന ആളല്ല. അപ്പോ ഇവിടെയൊക്കെ ഇത്തരത്തിൽ മതം ചികഞ്ഞുകൊണ്ട് വലിയ കുരുപൊട്ടലുകളാണ് നടക്കുന്നത്. അതിനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ അടിച്ച് പത്തി താഴ്ത്തിയിരിക്കുന്നത്.
മനസ്സിലായില്ലേ? ഈ തൊട്ടതിലും പിടിച്ചതിലും തൂറിയതിലും തിന്നതിലും ഒക്കെ ഈ പറയുന്ന തീട്ടത്തിൽ പോലും മതം ചെയ്യുന്ന ഒരു കൂട്ടം ക്രിമിനൽ സംഘങ്ങൾ. ഇവരൊക്കെ ഈ ചാണകം തിന്നുന്നത് കൊണ്ട്, ഇവരൊക്കെ ഈ മൂത്രം കുടിക്കുന്നത് കൊണ്ടും, ഇവരുടെയൊക്കെ ഈ പറയുന്ന ആഹാരം മറ്റൊരു ജീവിയുടെ വിസർജ്യമായതുകൊണ്ട് ഈ വർഗീയവാദി വിഷജന്തുക്കള്, ഈ നാറികള് ആഹരിക്കുന്നതൊന്നും അരിഭക്ഷണമല്ലാത്തത് കൊണ്ട് ഇവരിൽ നിന്നൊന്നും നമ്മൾ കൂടുതലൊന്നും പ്രതീക്ഷിക്കാൻ പാടില്ല. ഇവരൊക്കെ ഈ വിഷങ്ങൾ മാത്രമേ തുപ്പിക്കുകയുള്ളൂ. തീട്ടത്തിലും ഇവര് പോയി കൈയിട്ടിളക്കിയിട്ട് അവിടെ എവിടെയെങ്കിലും മതമുണ്ടോ വർഗീയതയുണ്ടോ എന്ന് ചകഞ്ഞു കൊണ്ടുതിരിക്കും. അങ്ങനത്തെ ടീമാണ് ഇവര്. ഈ പറയുന്ന ഗോപാലകൃഷ്ണന്, ഏത് നമ്മളെ ഒട്ടകം ഗോപാലനുണ്ടല്ലോ മാപ്പ് പറഞ്ഞ, അത് നിങ്ങൾക്ക് ഓർമ്മല്ലേ മാപ്പ് പറഞ്ഞത്? PK ശ്രീമതിയോട്, മുൻ ആരോഗ്യമന്ത്രിയായിട്ടുള്ള, അല്ല KK ശൈലജയോട്, സോറി KK ശൈലജയോട്, മുൻ ആരോഗ്യമന്ത്രിയായിട്ടുള്ള KK ശൈലജയാണോ PK ശ്രീമതിയാണോ, CPM നേതാവിനോട് മാപ്പ് പറഞ്ഞില്ലേ? ഒരു ചാനൽ ചർച്ചയിൽ ഇരുന്നു കൊണ്ട് പച്ച നുണ വിളിച്ചു പറഞ്ഞിട്ട് അവർ പോയി കേസ് കൊടുത്തിട്ട് അവസാനം മാപ്പ് പറഞ്ഞിട്ട് കേസ് ഒതുക്കേണ്ടി വന്നില്ലേ? അത് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, പാരമ്പര്യം അങ്ങനെയാണല്ലോ ഇവരുടേത്. ഈ മാപ്പ് പറയലും കാല് നക്കലൊക്കെ ഇവരുടെ സ്ഥിരം സ്വഭാവമാണ്. ആവേശം മൂത്തിട്ട് പലതും വിളിച്ചു പറയും, അല്ലെങ്കിൽ ആവേശം മൂത്തിട്ട് പലതും ചെയ്യും. അവസാനം കാല് നക്കേണ്ട, കാല് കഴുകി വെള്ളം കുടിക്കേണ്ട, മാപ്പ് പറയേണ്ട, കാലിൽ വീഴേണ്ട ഗതികേട് ഇവന്മാർക്കുണ്ടാവും. അത് ഇവരുടെ പഴയ സ്വഭാവം പാരമ്പര്യവും അതാണ്. ഏത് അതന്നെ ആന്താമാനിൽ കിടന്നിട്ട്, ആന്താമാനിലെ ജയിലിൽ കിടന്നിട്ട് മറ്റേ ഇവരുടെ നേതാവുണ്ടല്ല, ഇവരിപ്പോ രാഷ്ട്രപിതാവാക്കണമെന്നും അല്ലെങ്കിൽ ഈ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര സേന നേതാവാക്കണമെന്നൊക്കെ അവകാശപ്പെടുന്ന സവർക്കർ, ആ വിദ്വാൻ എന്താ ചെയ്തത്? ആ വിദ്വാനും ഇതേപോലെ കാല് നക്കിയതാണ്. അപ്പോ കാല് നക്കികള് ഇവരുടെ പാരമ്പര്യത്തിലുള്ളത് കൊണ്ട് ഇവരും കാല് നക്കിക്കൊണ്ടേയിരിക്കും. അപ്പൊ ഈ ഗോപാലന്, ഒട്ടകം ഗോപാലന് ഈ കഴിഞ്ഞ ദിവസം ഈ പറയുന്ന അത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രീണനമാണ് എന്ന് പറഞ്ഞിട്ട്, അത് കഴിഞ്ഞിട്ട് ഇന്നിപ്പോ ഒരു മണിക്കൂർ മുമ്പ് പുള്ളി മറ്റൊരു പോസ്റ്റ് കൂടി പങ്കുവച്ചിട്ടുണ്ട്. അത് വേടന് അവാർഡ് കൊടുത്തതിലാണ്. മലയാള സംഗീതത്തിലെ വരികൾ എന്ന് വെച്ചാൽ ഇതാണ്, ഒരു 1.5-2 വരികൾ എന്ന് പറഞ്ഞുകൊണ്ട് P. ഭാസ്കരൻ, വയലാറ്, ONV കുറുപ്പ്, ശ്രീകുമാരൻ തമ്പി ഒക്കെ എഴുതിയ വരികൾ ഇതിനു മുൻപ് പകച്ചു പോകും. ഇതിന് ഓസ്കാർ അവാർഡ് കിട്ടണമെന്നാണ് എൻ്റെ ഒരു ഇത് എന്ന് പറഞ്ഞുകൊണ്ട് വേടന്റെ പാട്ടിന്റെ വരികൾ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോ ഈ പറയുന്ന ഗോപാലൻ ഇങ്ങനെ വർഗീയത തുപ്പാനും വിഷം ചീറ്റാനും അല്ലാണ്ട്, ഗോപാലൻ അഡ്വക്കറ്റ് ആണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഗോപാലിനെ കൊണ്ട് ഒരു കവിത എഴുതാൻ പറ്റുമോ? ഗോപാലിനെ കൊണ്ട് പറ്റുമോ? ഗോപാലിനെ കൊണ്ട് മാപ്പ് എഴുതാൻ പറ്റും. ഗോപാലിനെ കൊണ്ട് മാപ്പ് എഴുതാൻ പറ്റും. ഗോപാലിനെ കൊണ്ട് ഒരു വരി എഴുതാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പോ ഇത് തന്നെയാണ് നിങ്ങളുടെ അവസ്ഥ. ഗോപാലിന് മാപ്പ് എഴുതി കൊടുക്കാനുള്ള എല്ലാ വിദ്യയും അറിയാം, കാല് പിടിക്കാൻ അറിയാം, മാപ്പ് പറയാനറിയാം. അത് മാധ്യമങ്ങളിൽ വന്നുകൊണ്ട് മാപ്പ് പരസ്യമായിട്ട് പൊതുമധ്യത്തിൽ മാപ്പ് പറയാനും ഗോപാലിന് അറിയാം. ഗോപാലിന് അത് മാത്രമേ അറിയുള്ളൂ. പിന്നെ അറിയുന്നതാ ആ വിഷമുള്ള നാവ് കൊണ്ട് വിഷം തുപ്പാൻ മാത്രമേ അറിയുള്ളൂ. സർപ്പത്തിനേക്കാൾ വലിയ വിഷാണ് ഈ പറയുന്ന കൂട്ടര്. ഒട്ടകം ഗോപാലിന്, പിന്നെ നമ്മുടെ മറ്റേ വക്കീല്, പിന്നെ ഈ പറയുന്ന പ്രതീഷ് വിശ്വനാഥന് ഒക്കെ തുടങ്ങിയിട്ടുള്ള ടീമുകളൊക്കെ വിഷം മാത്രമേ ഉള്ളൂ. കണ്ടാൽ അടിച്ചു കൊല്ലണം. നമ്മളങ്ങനെയല്ലേ, സർപ്പങ്ങള്, മാരക വിഷമുള്ള സർപ്പങ്ങളെ കണ്ടാൽ നമ്മൾ എന്താ ചെയ്യല്? അടിച്ചു കൊല്ലും. അതുപോലെ ഇതിനെയൊക്കെ അടിച്ചു കൊല്ലേണ്ട ടീമാണ്. കാരണം അമ്മാതിരി വിഷാണ്. അതാണ് രാഹുൽ ചോദിച്ചത്, ഗോപാലിനെ കൊണ്ട് 2 വരി എഴുതാൻ പറ്റുവാ? ഗോപാലിനെ കൊണ്ട് മാപ്പ് എഴുതാനല്ലേ പറ്റുള്ളൂ എന്നാണ് രാഹുൽ ചോദിച്ചത്. മനസ്സിലായില്ലേ? അപ്പോ ഇതാണ് ഇവരുടെ ഒരു ലൈന് എന്ന് പറയുന്നത്. നമ്മള് കുറച്ച് പ്രബുദ്ധരാവേണ്ടതുണ്ട്. നമ്മൾ കുറച്ച്, നമ്മുടെ കേരളമാണ്, നമ്മൾ പ്രബുദ്ധരാണ്, രാഷ്ട്രീയ പ്രബുദ്ധരാണ് എന്നൊക്കെ പറയുമ്പോഴും ഇവരുടെ വിഷയങ്ങളൊക്കെ അവിടെയും ഇവിടെയും ഒക്കെ തീണ്ടുന്നുണ്ട്. മനസ്സിലായില്ലേ? നമ്മൾ സാധാരണയായിട്ട് സർപ്പങ്ങള്, നമ്മൾ അപൂർവങ്ങളായിട്ട് സർപ്പങ്ങളെ കടിയേറ്റ് മരണം സംഭവിക്കുന്നതൊക്കെ നമ്മൾ കാണാറില്ലേ? അപ്പൊ അതുപോലെ അതൊക്കെ അപൂർവങ്ങളായിട്ട് സംഭവിക്കുന്ന അത്തരത്തില് നമ്മളെ കൂട്ടത്തിൽപ്പെട്ട ആളുകൾക്ക് പലർക്കും ഇത്തരത്തിലുള്ള ഈ വിഷജന്തുക്കളുടെ കടി ഏൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ വിഷജന്തുക്കളെ കണ്ടു കഴിഞ്ഞാൽ തല്ലിക്കൊല്ലണം. വിഷജന്തുക്കളെ നമ്മൾ ഈ പറയുന്ന നമ്മുടെ നാട്ടിൽ സ്വൈര്യവിഹാരം നടത്താൻ അനുവദിക്കാറില്ല. അത് അനുവദിക്കാനും പാടില്ല. വിഷജന്തുക്കൾ മനുഷ്യ ജന്മത്തിന്, മനുഷ്യകുലത്തിന് തന്നെ ആപത്താണ്. അപ്പൊ ഇത്തരത്തിലുള്ള വിഷജന്തുക്കളെ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത് തന്നെയാണ്. അപ്പോ നമ്മൾ പ്രബുദ്ധരായിരിക്കണം. ഈ പറയുന്ന രാഷ്ട്രീയ പ്രബുദ്ധതയും ഈ പറയുന്ന സംസ്കാരവും സാഹോദര്യവും മതസൗഹാർദ്ദവും ഒക്കെ നമ്മുടെ നാട്ടിൽ ഉണ്ടെങ്കിലും ഇടയിലൊക്കെ ചിലർക്കൊക്കെ ഈ പാമ്പുകളുടെ കടി ഏൽക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇതിനുള്ള മറുമരുന്ന് നമ്മൾ കണ്ടെത്തും വേണം. കാരണം കടിയേറ്റ ഉടനെ ചികിത്സിക്കണം. ഇല്ലെങ്കിൽ ആ വിഷം കയറി മൂത്തു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്.
അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതൊക്കെ തിരിച്ചറിയണം. അത് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടവും പറഞ്ഞത്. എന്താണെങ്കിലും ഈ പറയുന്ന 55ാമത് സ്റ്റേറ്റ് അവാർഡ് പ്രഖ്യാപിക്കപ്പെട്ടതിന് പിന്നാലെ സംഘപരിവാർ കേന്ദ്രങ്ങൾ, സംഘമിത്രങ്ങൾ, ഈ ചാണക സംഘികൾ കരച്ചിൽ തുടങ്ങിയിരിക്കുകയാണ്. ഈ ചാണക സംഘികൾക്ക് കരയാനല്ലാതെ മറ്റെന്തിനാ കഴിയുക അല്ലെ? പ്രൊപ്പഗണ്ട സിനിമക്ക് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നാഷണൽ അവാർഡ് പ്രഖ്യാപിക്കുന്നത് നമ്മൾ കണ്ടു. ദ കേരള സ്റ്റോറിയാണ് മികച്ച സിനിമ ഇന്ത്യയിലെ. ഈ പറയുന്ന ജൂറി ആകെ ഇന്ത്യയിൽ ആകെ ആ ഒരു വർഷം ദ കേരള സ്റ്റോറി എന്ന് പറഞ്ഞ ഒരു സിനിമ മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ എന്നാ പറഞ്ഞത്. അതുകൊണ്ടാണ് അതിന് അവാർഡ് കൊടുത്തത് എന്നാണ് പറയുന്നത്. മനസ്സിലായില്ലേ? പ്രൊപ്പഗണ്ട സിനിമകൾ നിരന്തരമായി പടച്ചു വിടുകയും അതിനൊക്കെ ദേശീയ അവാർഡ് കൊടുക്കുകയും ചെയ്യുന്ന ഇവരാണ് ഇവിടെ കിടന്ന് കരയുന്നത്. എന്തൊരു വിരോധാഭാസമാണല്ലേ? നമ്മൾ തിരിച്ചറിയണം, തിരിച്ചറിവുകൾ ഉണ്ടാവണം. വിഷജന്തുക്കളെ നമ്മൾ തുരത്താനും വിഷജന്തുക്കൾക്കുള്ള മറുമരുന്നും നമ്മുടെ കയ്യിൽ നമ്മൾ കരുതേണ്ടത് വളരെ അത്യാവശ്യമാണ്.